അവർ ഡെയിലി ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ റോഡ് കണ്ടാൽ മനസ്സിലാവും എവിടെയോ ഒരു റോഡ് ട്രിപ്പിനായിട്ട് തിരിക്കുകയാണെന്ന്. അപ്പോൾ അത് ഞങ്ങൾ കേരളത്തിലേക്ക് വീണ്ടും പോവാണ്, ഒരു അടിപൊളി റോഡ് ട്രിപ്പിലേക്ക്. അപ്പോൾ ഞങ്ങൾ പോവാണ് കേരളത്തിന്റെ അഭിമാനമായ ഗവിയിലേക്ക്. ബാംഗ്ലൂരിൽ നിന്ന് ഗവി വരെ പോകാനായിട്ട് കുറച്ച് പാടായിരിക്കും, കാരണം ഗവി എത്തുമ്പോഴത്തേക്കും രാത്രിയാവും. അപ്പം ഞങ്ങൾ കരുതി തേക്കടിയിൽ ഒരു സ്റ്റേ എടുക്കാം, തേക്കടിയിൽ രാത്രി നിന്നിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ നമുക്ക് ഗവിയിലേക്ക് പോവാം. അപ്പൊ എല്ലാവരും പോര് ഞങ്ങളുടെ പുതിയൊരു ഗവി സീരീസിലേക്ക്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ജോലിയാണ് A to B ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. സമയം ഏകദേശം 8:45. അപ്പൊ A to B തപ്പാണ് ഇപ്പൊ. കന്യാകുമാരി 590, മധുരൈ 355, കോയമ്പത്തൂർ, സേലം. അഞ്ജലിയുടെ ഫേവറേറ്റ് പൂവാല് പോടും, പൂവാൽ. അപ്പൊ നമ്മുടെ വക്കോലിന് ഹിന്ദിയിൽ പറയുന്ന പേരാണ് പൂവാൽ. മലയാളം വക്കോല് പോലത്തെ വക്കോൽ. അപ്പൊ ഞങ്ങള് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് പോയിട്ട് മിക്കവാറും സേലം ഈറോഡ് റൂട്ടാണ് എടുക്കാറ്. ഈ റൂട്ട് എടുത്ത് ഞങ്ങളൊരു 5-8-10 ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുവരെ പണി കഴിഞ്ഞില്ല. അതേ കണ്ടില്ല, ഇപ്പോഴും കുഴിച്ച് ഇട്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ പണി തീർന്ന് ഇനി എന്ന് നമ്മൾ അടിപൊളിയായിട്ട് പോകാൻ പറ്റുമെന്ന് ദൈവത്തിനറിയാം. ധർമ്മപുരി, നല്ലംപള്ളി, സേലം, മധുരൈ. ഞങ്ങൾ എപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് സേലം ഈറോഡ് റൂട്ട് എടുത്ത് കേരളത്തിലേക്ക് പോയാലും ഈ വിൻഡ് മില്ലിന്റെ കാഴ്ച കോമൺ ആണ്. ഒരു കാഴ്ച കിട്ടിയില്ലെങ്കിലും ഈ കാഴ്ച എന്തായാലും കിട്ടും. നോർമലി ഇതിന് സെക്യൂരിറ്റി കൊണ്ടായിരുന്നു. ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. 2 വണ്ടിയുണ്ട്, ഒന്ന് മുന്നിലും ഒന്ന് പിന്നിലും ആയിട്ട് സെക്യൂരിറ്റി വെച്ചാണ് പോകുന്നത്. ഇത്രയും വലിയ വണ്ടി ഇത് ഓട്ടിച്ച് ഈ ഡ്രൈവർ എത്തുമ്പോഴത്തേക്കും ഒരു സമയമാവും. ആലോചിച്ച് നോക്കി എന്ത് പാടാണെന്ന് ഓട്ടിക്കാനായിട്ട്. അല്ലേ, ഇത്ര വളഞ്ഞു തിരിഞ്ഞു പോയിട്ട് എന്ത് പാടായിരിക്കും. ഇത്രയും വലുതാണ് മോനെ. മുന്നിൽ പോണ ബൈക്ക് ഉണ്ടല്ലേ, അയാള് ജാർഖണ്ഡിന്നാണ്. ജാർഖണ്ഡിൽ നിന്നുള്ള റൈഡറാണ്. ബേസിക്കലി കന്യാകുമാരി പോവായിരിക്കും. ഇതാണ് ഗൈസ് ബാംഗ്ലൂരിൽ നിന്ന് സാറ്റർഡേ സൺഡേ ആവുമ്പോഴത്തേക്കും എല്ലാ ജോലിക്കാരും ജോലി ചെയ്യുന്ന പാവപ്പെട്ടവര് റൈഡിനായിട്ട് പോകുന്ന ഡെസ്റ്റിനേഷനാണ് ഈ റൂട്ട്. ഒരു മണിക്കൂറായിട്ട് ഒരാൾ തപ്പാണ് ഒരു A to Bയിലേക്ക്. ഫൈനലി കിട്ടി A to B. അഞ്ജലിന്റെ ഫേവറേറ്റ് A to B. ഡിണ്ടിഗലിൽ എത്തിയപ്പോഴാണ് A to B കണ്ടത്. അപ്പൊ നമുക്കിനി കഴിക്കാം ഡിണ്ടിഗൽ മസാല ദോശ. ഡിണ്ടിഗൽ മസാല ദോശ नहीं, A to B മസാല ദോശ. വെയിൽ വന്നു തുടങ്ങി. എങ്ങനെയുണ്ടായിരുന്നു അഞ്ജലി കാത്തിരുന്ന് കിട്ടിയ മസാല ദോശ? നല്ല പുളിച്ച മസാല ദോശയായിരുന്നു. मसाला डोसा अच्छा नहीं था, पता नहीं हम लोग शायद 10 o'clock हो गया यहाँ पहुँचने के लिए, इसीलिए या फिर 10:30 तक ये लोग ब्रेकफास्ट टाइम रखता है. उसके बाद फिर चाइनीज खाना शुरू हो जाता है. तो शायद 10:30 तक ब्रेकफास्ट रहना चाहिए ना. अच्छा नहीं था मसाला डोसा. मसाला डोसा अच्छा नहीं था. चाय भी पुराना वाला गर्म करके दिया था, वो भी इतना सारा चीनी डाल के. അപ്പൊ തിരിക്കാൻ ഗൈസ്, അഞ്ജലിക്ക് മസാല ദോശ ഇപ്പോഴും കിട്ടിയില്ല. നമുക്ക് തപ്പാം. मसाला डोसा अच्छा होता. ഈ ഏരിയയിൽ മൊത്തം ബട്ടർഫ്ലൈ ആണ്. എനിക്ക് തോന്നുന്നു മഴ പെയ്തതിന് ശേഷം ഇപ്പൊ പ്യൂപ്പ എന്ന് പറയില്ലേ, പ്യൂപ്പന്ന് പുറത്ത് വന്നാണെന്ന് തോന്നുന്നു. എന്തുമാത്രം ബട്ടർഫ്ലൈ ആണ് നോക്കി. ആക്ച്വലി ഈ വഴി പോകാൻ എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ഇല്ലായിരുന്നു ഗൈസ്. ഞാൻ എപ്പോഴും ഒന്ന് കനകപുര വഴി പോകാനായിട്ടാണ് നോക്കാറ്, കാരണം ഒരു ഡിഫറെന്റ് റൂട്ടാണ്. പക്ഷെ ഇന്നിപ്പോ അഞ്ജലി പറഞ്ഞു എന്താ വെറൈറ്റി ഒന്നും പിടിക്കണ്ട, സ്ലോലി പോവാന്ന് സേലം ഈറോഡ് റൂട്ട് വഴി. പക്ഷെ ഇവിടെയും നല്ല ട്രാഫിക്കാണ്. അപ്പൊ ഈ കാണുന്നതാണ് ബ്രിങ്കം ഘാട്ടി. ആക്ച്വലി ഇത് ഒരു ഘാട്ടി സെക്ഷനാണ്. ഇവിടെ നിന്ന് ഒത്തിരി ലോറിയുടെ ആക്സിഡൻസ് എപ്പോഴും കോമൺ ആണ്. അപ്പൊ ഇപ്പൊ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ഫ്ലൈ ഓവർ പണിയുന്നുണ്ട്. അതാകുമ്പോ ഈ ഘാട്ടി വഴി വളഞ്ഞു പോകേണ്ട കാര്യമില്ല, എളുപ്പത്തിൽ സ്ട്രെയിറ്റ് പോകാൻ പറ്റും. കുറെ നാളുകൊണ്ട് പണി നടക്കുന്നു, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതേ കണ്ടില്ലേ, അതിന്റെ പില്ലറാണ് ആക്ച്വലി. അതുവഴി ഇങ്ങനെ ക്രോസ് ചെയ്ത് വരും. ഇതൊക്കെ ഇനി എപ്പോൾ കഴിയും ദൈവത്തിനറിയാം. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ ഏരിയ കുറച്ച് എന്താ പറയാ ആക്സിഡന്റ് പ്രോൺ ആണ്. ഇതേ കണ്ടില്ല, അവിടെ ഒരു ലോറി
ആക്സിഡന്റ് ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോഴത്തേക്കും ആക്ച്വലി എന്താ പറയാ ഗോ സ്ലോ എന്നൊരു വാർണിംഗ് എപ്പോഴും കേട്ടോണ്ടേയിരിക്കും. പക്ഷെ ഈ പ്രാവശ്യം ഇല്ല. ഈ ബ്രിഡ്ജിന്റെ പണി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പിന്നെ ഈ ആക്സിഡന്റ്സ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ തീരണ്ടേ, എന്ത് വലിയ ബ്രിഡ്ജാ നോക്കി. ആക്ച്വലി ये एरिया का ऐसा लक्षण है क्या कि सब लॉरी का एक्सीडेंट होता रहता है? ഞാൻ കരുതി ആക്ച്വലി ബ്രിഡ്ജ് ചെറുതാണെന്ന്, ബട്ട് അല്ല, നല്ല വലുതാണ്. ഇപ്പൊ തന്നെ ഞാൻ എത്ര പില്ലേഴ്സ് കണ്ടെന്ന് അറിയോ. അപ്പൊ സമയം എടുക്കും ഇതുണ്ടാക്കി തീരാനായിട്ട്, എളുപ്പമല്ല. ഞാനില്ലേ വണ്ടിയുടെ 4 ഗ്ലാസ്സിലും ആക്ച്വലി സൺഷെയ്ഡ് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ ട്രിപ്പ് പോകുമ്പോഴത്തേക്കും തമിഴ്നാടൊക്കെ എസ്പെഷ്യലി തമിഴ്നാട് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും 34 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് അപ്പൊ കൈയൊക്കെ പൊള്ളും ഗൈസ്. അതിൽ AC എഫിഷ്യന്റ് ആവില്ല. അതുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്. അറിയാം പ്രശ്നമാണെന്ന്, ആരെങ്കിലും പറഞ്ഞ എടുത്തു മാറ്റും. ഇല്ലെങ്കിൽ ഈ ചൂടത്ത് വച്ചേ പറ്റുള്ളൂ, ഓപ്ഷൻ ഇല്ല. അടുത്ത ഡീവിയേഷൻ പാപ്പു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇന്ത്യയിൽ എന്തുമാത്രം റോഡ് കണക്ടിവിറ്റി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 2-3 കൊല്ലം കഴിയുമ്പോഴത്തേക്കും എനിക്ക് പ്രോപ്പർ കണക്ടിവിറ്റി വരും എല്ലായിടത്തും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു എന്താ പറയാ മൊത്തം ഇന്ത്യയിൽ ഒരു റോഡ് ട്രിപ്പ് നടത്താൻ എന്ത് കിടുതായിരിക്കും. എന്റെ ആക്ച്വലി ഒരു ആഗ്രഹമാണ് ഒരു മോട്ടോർ വാൻ ഉണ്ടാക്കണമെന്ന്. ആ മോട്ടോർ വാനിൽ എന്താ മൊത്തം ഇന്ത്യ കറങ്ങണമെന്ന്. കൂട്ടത്തില് രുദ്രയായിട്ട് അഞ്ജലി ഉണ്ട്. ഓക്കെ, അഞ്ജലിയുടെ കൂട്ടത്തില് രുദ്രയായിട്ട്. സ്വപ്നത്തിൽ ലോകത്തിൽ ബാലഭാസ്കരൻ. ഹലോ, സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ. എല്ലാ സ്വപ്നവും നടക്കും. സ്വപ്ന ഫാന്റസി മേ ഹമേശ ഘുസാ रहता है. ഈ ഹൈവേ വഴി പോകുമ്പോഴത്തേക്കും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഇതുപോലെ വലിയ ലോറികളുടെ പിറകില് എഴുതിയിരിക്കുന്ന കാര്യം വായിക്കാനായിട്ട്. एक सेकंड, जय झारखंड. किधर? ऐसे ये वाला, वो ये वाला लॉरी के पीछे जय झारखंड. हाँ, झारखंडी रसाल बंधु सुनीता लॉजिस्टिक्स एंड कार कैरियर. हम നമ്മൾ എഴുതണം ജയ് കേരളം. ജയ് കേരളം. नहीं, उसके ऊपर लिखा है भाव अकाचा. हम बोले थे ना माउंटेन के पास है A2B. किधर है? ये कौन है? कुछ तो विलेज. V2B. विलेज विजया भवन. लास्ट टाइम हम लोग बोले थे ना भाई इधर A2B है, माउंटेन के सामने, उधर आएंगे ऐसे. रहेगा बट पता नहीं. मदुरई, करूर, सेलम. ചാനലില് നിങ്ങൾ ആദ്യമായിട്ടാണ് കയറി വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ഒത്തിരി റോഡ് ട്രിപ്സ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മഹാകുംഭ് കാണാനായിട്ട് ഉത്തർപ്രദേശിൽ പോയി. മധ്യപ്രദേശിന്റെ ഒത്തിരി നല്ല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എന്താ പറയുക, ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ട് മധ്യപ്രദേശിനെ പറ്റിയുള്ളത്. ഉജ്ജയിൻ പോയി, ഓംകാരേശ്വർ പോയി, പിന്നെ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോയി. അപ്പോൾ മധ്യപ്രദേശിന്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ആ പ്ലേലിസ്റ്റ് കയറി നോക്കുക. അതുകൂടാതെ ഒത്തിരി ഫോറസ്റ്റ് റിലേറ്റഡ് വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ചാനലിൽ. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് കയറി നോക്കുക. തമിഴ്നാടിന്റെ ഇലക്ഷന് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. തമിഴ്നാട്ടിലൂടെ പോകുന്നത്. അപ്പോൾ എന്താ വിജയാണ് ചീഫ് മിനിസ്റ്റർ. ഇപ്പോൾ ആലോചിച്ച് നോക്കി, ഒരു സമയത്ത് വിജയുടെ സിനിമ കാണാനായിട്ട് എന്താ പറയുക കാത്തിരിക്കുമായിരുന്നു. പോക്കിരിക്ക് ഒരു ഫേവറേറ്റ് മൂവിയായിരുന്നു. എത്ര തവണ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരു സിനിമാ നടൻ 2 കൊല്ലം കൊണ്ട് ഒരു സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റർ ആയ. जिन लोगों को मटन अच्छा लगता है ना, उन लोगों के लिए एक विजुअल दिखाते हैं. ഈ മുന്നിൽ കാണുന്ന ലോറിയിൽ മൊത്തം ആടുകളാണ്. എന്താ പറയാ, മോളില്, മിഡില്, ഏറ്റവും താഴെ മൊത്തം ആടാണ്. കഷ്ടമല്ലേ? ഏറ്റവും മുകളിലാണെങ്കിൽ ഇത്രയും ചൂടാണ്. ആ ചൂടത്ത് എക്സ്പോസ് ആയിട്ടാണ് ഇവരെല്ലാരും നിൽക്കുന്നത്. വെള്ളം ഉണ്ടോന്ന് പോലും അറിയില്ല, ദൈവത്തിന് അറിയാം. अभी इतना कंसर्न हो रहा है. मैं मटन खाता हूं. मटन बिरयानी खाने के टाइम में ओनली चिकन बिरयानी. മട്ടൻ കഴിക്കാറില്ല. മട്ടൻ എനിക്ക് ഇഷ്ടമാണ്. ബട്ട് എന്താ പറയാ, അതിന് എന്താ പറയാ, ഗോട്ടിനെ കൊല്ലുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഓൺലി ചിക്കൻ കോ കൊല്ലം കർണേ. ഞാൻ ചിക്കൻ കഴിക്കും, പക്ഷെ ഇപ്പൊ കുറച്ചു. ഞാൻ ഗോട്ട് കഴിക്കാറില്ല. ഞാൻ എന്താ പറയാ, ഗോട്ടിനെ കൊല്ലുന്നതിന് അഗൻസ്റ്റ് ആണ്. അപ്പൊ ചോദിക്കും ചിക്കൻ ജീവനല്ലേ എന്ന്. ചിക്കനും ജീവനാണ്. ഗ്രാജുവലി അത് എന്താ പറയാ കുറയ്ക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഫിഷ് ഒരു രക്ഷയില്ല ഗൈസ്. ഫിഷ് വീക്ക്നെസ് ആണ്. फिश तो नदी के किनारे डाल दीजिए इसको ना. एक साइड आग जलाएगा, दूसरा साइड फिश मार के उधर पका के खाना चालू करें. उतना सर्वाइवल के लिए इसके लिए काफी है. അഞ്ജലിയുടെ ഫേവറേറ്റ് സ്പോട്ടിലെത്തി. ഇവിടെ എന്ന് വരുമ്പോഴും പറയാറുണ്ട്, മുകളിലുള്ള അമ്പലങ്ങൾ കണ്ടോ, എന്തുമാത്രം അമ്പലങ്ങളാണെന്ന്. ഇവിടെ ഞങ്ങള് ഈ സ്ഥലത്ത് നോർമലി 4 മണിയാകുമ്പോഴേ എത്താറ്. പക്ഷെ ഇന്ന് ഞങ്ങൾ നേരത്തെ എത്തി. ഓൾമോസ്റ്റ് 12 മണിയായപ്പോഴത്തേക്ക് ഈ സ്ഥലം ക്രോസ് ചെയ്തു. രാവിലെ ഇറങ്ങുന്നതിന്റെ ഗുണം ഇതാണ്.
ബാഞ്ചലി അപ്പൊ കരിക്ക് കുടിക്കാം. എങ്ങനെയുണ്ട് അഞ്ജലി കരിക്ക്? അച്ഛാ അച്ഛ പനിയേ. ഞങ്ങൾ കുടിച്ച കരിക്കില്ലേ, ആ കരിക്കിന് ഇപ്പൊ ഒരു കരിക്കിന് 50 രൂപയാണ്. നിങ്ങൾ ആലോചിക്കുക, ഒരു സമയത്ത് കരിക്കൊക്കെ 10 രൂപയ്ക്ക് 15 രൂപയ്ക്ക് കിട്ടുമായിരുന്നു. അവിടെ നിന്ന് ഇപ്പൊ വന്ന് 50 രൂപയായി. ഞങ്ങളുടെ ഏരിയയിൽ ബാംഗ്ലൂരിലാണെങ്കിൽ ആ സൈഡിലാണെങ്കിൽ 40 രൂപയാണ്. ഇവിടെ വന്നപ്പോൾ 10 രൂപ കൂടി. പ്രോബബ്ലി ഹൈവേ സൈഡ് ആയതുകൊണ്ടായിരിക്കും 10 രൂപ എക്സ്ട്രാ. LPG ഹൈക്കിന്റെ കൂട്ടത്തിൽ കരിക്കിന്റെ പ്രൈസും കൂടി. തമിഴ്നാട്ടിൽ കാണാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരേ ഒരു പ്രശ്നമുള്ളൂ, ചൂട്. ഇപ്പൊ തന്നെ 38 ഡിഗ്രി സെൽഷ്യസ് ആണ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പം കൈയും കാലും പൊള്ളും. ऊपर बादल, नीचे ये माउंटेन, एग्जैक्ट ഈ മുന്നിൽ കാണുന്നില്ല, ഈ മുന്നിൽ കാണുന്നതെല്ലാം ആക്ച്വലി വിൻഡ് മില്ലിന്റെ പാർട്സ് ആണ്. ആ മുന്നിൽ കാണുന്നത് എന്താ, വിൻഡ് മില്ലിന്റെ ലീഫ് കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ്, ജംഗ്ഷൻ പോയിന്റ് പോലെ സാധനം. ആ സാധനമാണ്. അതിന് ചുറ്റും ലീഫ് വെച്ചിട്ടുണ്ട്. എന്തുമാത്രം ലീഫാന്ന് നോക്കിയേ. ആക്ച്വലി നല്ല കാര്യമാണ്, എന്താ പറയാ, വിൻഡ് എനർജി എക്സ്ട്രാക്ട് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഇലക്ട്രിസിറ്റി ഹൈഡ്രോ പവറിൽ നിന്നും കോളിൽ നിന്നും അതുകൂടാതെ എന്താ സോളാർ ആൻഡ് വിൻഡ് പവറിൽ നിന്നും എടുക്കാൻ പറ്റും. ഇതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതൊന്നും ആക്ച്വലി ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇല്ലായിരുന്നു. ഇതിപ്പോ ഈ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഉണ്ടായ മാറ്റങ്ങളാണ്. ഇന്ത്യയുടെ എനർജി കൺസപ്ഷൻ ഗ്രാജുവലി ഇൻക്രീസ് ആവും. ഒബിയസ്ലി ഇന്ത്യ ഡെവലപ്പിംഗ് നേഷനിൽ നിന്ന് ഡെവലപ്ഡ് നേഷന്റെ ആ ഒരു ഫേസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഫേസിലാണ് ബേസിക്കലി. അപ്പൊ എന്താ പറയാ, കോൾ എനർജി അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവറിൽ നിന്ന് മാത്രം ഇലക്ട്രിസിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രീസ് ഒന്നും സഫീഷ്യന്റ് ആയിരിക്കില്ല. അപ്പോൾ ഇതുപോലെ വിൻഡ് മില്ലും സോളാർ പാനലും ഇതെല്ലാം വരണം. എന്നാൽ മാത്രമേ എന്താ പറയാ, എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നല്ല കാര്യമാണ് ആക്ച്വലി. ലാസ്റ്റ് ടൈം ഞങ്ങൾ ഈ റൂട്ടിൽ വന്നപ്പോഴത്തേക്കും ഇത്ര വിൻഡ് മില്ലിന്റെ മുകളിൽ ഫോക്കസ് ഇല്ലായിരുന്നു. ഈ പ്രാവശ്യം വന്നപ്പോൾ 2 വലിയ എന്താ പറയാ ഫാം ഏരിയ ഞങ്ങൾ കണ്ടു. വിൻഡ് മില്ലിനെ കൊണ്ട് അടുക്കി വെച്ചിരിക്കുകയാണ്. അതിന്റെ പാർട്സും സെറ്റപ്പ് ചെയ്യാനായിട്ട് എല്ലാ പാർട്സും അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അടുത്ത തവണ വരുമ്പോൾ ഈ ഏരിയ മൊത്തം വിൻഡ് മില്ലായിരിക്കും. അപ്പൊ ഈ ഏരിയയിൽ ആക്ച്വലി പ്രോപ്പർ വിൻഡിന്റെ ഫ്ലോ ഉണ്ട്. ലൈക് വിൻഡ് മിൽ സെറ്റപ്പ് ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ഥലമാണ്. ലാസ്റ്റ് ടൈം ഞങ്ങൾ കന്യാകുമാരി ധനുഷ്കോടി ഈ റൂട്ടിലാണ് പോയത്. ആ സമയത്ത് ആക്ച്വലി നല്ല വിൻഡ് ഫ്ലോ ആയിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, വണ്ടി കാറ്റില് ലിറ്ററലി മൂവ് അറൗണ്ട് ആവുന്നുണ്ടായിരുന്നു. അപ്പൊ അടുത്ത തവണ വരുമ്പോഴത്തേക്കും ഇവിടെ പ്രോപ്പർ വിൻഡ് മിൽ ഫാം സെറ്റപ്പ് ഉണ്ടാവും. നല്ലതല്ലേ, അടിപൊളിയാ. അപ്പൊ ഞങ്ങളിപ്പോ ശബരിമല റൂട്ടിലാണ്. റൈറ്റ് സൈഡ് में क्या है दोपना फैंटेसी पार्क है क्या? गुना केव जाके आएंगे 5 मिनट। डायनासोर नहीं रहा, बंद है झूठा टाइम है। അടുത്ത തവണ കൊണ്ടുപോവാ. अभी इधर रुकना है या टेकड़ी पे जाके एंजॉय करना है? सोचो, इधर ये आर्टिफिशियलिटी वो नेचुरलिटी. मदुरई തേനി 59 കിലോമീറ്റേഴ്സ്, കുമിളി 123. നമുക്ക് പോകേണ്ടത് കുമിളിയിലേക്ക്. ഞാൻ ആക്ച്വലി പ്രതീക്ഷിക്കായിരുന്നു ഇപ്പൊ നല്ല മഴയായിരിക്കും ഈ സൈഡിലത്, പക്ഷെ മഴ കിട്ടുന്നില്ല ഗൈസ്. बारिश में तो लीच रहेगा। वो सामने है पूरा माउंटेन रेंज, कितना सारा। तमिलनाडु बहुत सुंदर है। തേനി, കോട്ടയം, കമ്പം, മൂന്നാർ 102. ദേ പോണു ഷുഗർ केन. अंजलि वरना വലിച്ചെടുത്തോ. उस सामने एक माउंटेन दिख रहा है, उसमें वो कोई बच्चा का फेस या कोई आदमी का फेस ऐसा लग रहा है. और नाक, उसका नाक का टिप दिखाई दे रहा है, आंख है, फोरहेड है, दिख रहा है ना तुमको भी ऐसे लग रहा है? एक ब्राह्मण बच्चा का फेस जैसा. कास्ट कोई तो एक बच्चा का फेस जैसा अब भी क्लियरली दिख रहा है ना. ये सामने वाला माउंटेन, वो बच्चा का फेस जैसा नाक ऊपर उठा हुआ है. അപ്പോൾ ഞങ്ങള് ഒരു ജിയോ പെട്രോൾ ബങ്കിൽ നിർത്തി. ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 36 കിലോമീറ്റർ ഉണ്ട് കുമിളിക്ക്. അപ്പം അതിന് മുമ്പ് അഞ്ജലിക്ക് ചായയും കടിയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ജിയോ പമ്പിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതാ അപ്പോൾ ജിയോയിൽ പോയി നമ്മൾ
ചായ കുടിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം. ജിയോ പെട്രോൾ ബങ്കിൽ ആക്ച്വലി അടിപൊളിയാണ്. എന്താ പറയുക, ഞാൻ പണ്ട് ഷെൽ പെട്രോൾ ബങ്കിൽ എപ്പോഴും പോകാറ്, കാരണം ഇതുപോലെ ചായ കുടിക്കാനും എല്ലാം ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെയാണ് ജിയോ പെട്രോൾ ബങ്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ വൈൽഡ് ബീൻ കഫേ ഉണ്ട്. ഓക്കെ, അതിനകത്തുള്ള എന്താ പറയുക സ്നാക്സും ടീയും എല്ലാം നീറ്റാണ്, ക്ലീൻ ആൻഡ് മോർ ദാൻ ദാറ്റ് വാഷ്റൂമും നല്ല നീറ്റാണ്. അപ്പോൾ അഞ്ജലിയുടെ ഫേവറേറ്റ് മാഗി നോക്കി പോവാണ്. മാഗിയും ടീയും. ഈ പോപ്കോണിന്റെ പേര് കണ്ടോ, ഡബിൾ പോപ്കോൺ, കപ്പ് നൂഡിൽസ് ആൻഡ് ഫിൽറ്റർ കോഫി. ചായ എല്ലാം കുടിച്ച് മാഗി എല്ലാം കഴിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ചു. ഇനിയുണ്ട് 28 കിലോമീറ്റർ, 43 മിനിറ്റ്. 6:20 ഞങ്ങൾ എത്തും. ഞങ്ങൾ വരുന്നു. ഞങ്ങൾ ഈ റൂട്ടിൽ മിനിമം 4-5 തവണ വന്നിട്ടുണ്ട്. ഇന്നാണ് ഈ വ്യൂ ആക്ച്വലി പ്രോപ്പർ ആയിട്ട് കാണുന്നത്. ഇല്ലെങ്കിൽ എന്ന് വരുമ്പോഴത്തേക്കും അറൌണ്ട് 8 o'clock ആവാറുണ്ട്. ഞങ്ങള് തേക്കടിയുടെ ഘാട്ട് സെക്ഷൻ കയറി തുടങ്ങി. അടിപൊളി വൈബാണ്. ഓക്കെ, എന്തായിട്ടൊക്കെ പറഞ്ഞാലും എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞാലും മൂന്നാറ് തേക്കടി വരുമ്പോഴത്തേക്കും ഒരു ഡിഫറെന്റ് ഫീൽ തന്നെയാണ്. എനിക്ക് കാടെന്ന് പറയുമ്പോഴത്തേക്കില്ലേ വല്ലാത്തൊരു അട്രാക്ഷനാണ്. കാട്ടിൽ പോയി കഴിയുമ്പോഴത്തേക്കും കാടിനുള്ള സ്റ്റേ ബേസിക്കലി എടുത്തു കഴിയുമ്പോഴത്തേക്കും മൈൻഡ് ആക്ച്വലി കംപ്ലീറ്റ് ആയിട്ട് റിഫ്രഷ് ആവും. ഈ റൂട്ടിലെ റോഡ് ആക്ച്വലി അടിപൊളിയാണ്. അപ്പം റോഡ് ട്രിപ്പ് ചെയ്യാനായിട്ട് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് കുറെ വണ്ടികൾ വരും, എന്താ പറയാ, അനാവശ്യ സ്പീഡുമായിട്ട് ഓവർടേക്ക് ചെയ്യാനായിട്ട് ഘാട്ട് സെക്ഷനിൽ. അവരെ ഇഗ്നോർ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഒത്തിരി ഉണ്ട്, ഇപ്പൊ ചാടും, സൂക്ഷിച്ച് ചാടരുത്. ഓഫ്, ഇത്രേ അടിപൊളി സ്ഥലമാണ്. ഇതേ കണ്ടില്ലേ, ഇവിടെയും ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഘാട്ട് സെക്ഷനിൽ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ആക്ച്വലി കുറച്ച് കെയർഫുൾ ആയിട്ട് വണ്ടി ഓടിക്കണം. അൺനെസസറി ഹോൺ അടിച്ച് ഓവർടേക്ക് ചെയ്യാനായിട്ട് അതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഞാൻ 30-35 പോകുന്നത്, മൊത്തം ട്രാഫിക്കാണ്. ഇതിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ മാക്സിമം ഒരു 5-10 മിനിറ്റ് ലാഭിക്കാം. ഒന്നും ആവാൻ പോകില്ല അതിൽ. ഇപ്പൊ ഞങ്ങൾ വന്നപ്പോൾ കണ്ടില്ലേ, ഒരു വണ്ടി കുഴി വീണ് കിടക്കുകയായിരുന്നു. ആക്ച്വലി അൺനെസറി എന്തിനാണ് അതിനൊക്കെ പോകുന്നത്? അപ്പൊ നിങ്ങൾ വരികയാണെങ്കിൽ പീസ്ഫുൾ ആയിട്ട് സ്ഥലം എൻജോയ് ചെയ്യുക. ഡെസ്റ്റിനേഷൻ ഒബ്വിയസ്ലി നമുക്ക് തേക്കടിയിലേക്ക് മൂന്നാർ എത്തണം. പക്ഷെ അതുപോലെ തന്നെ ഈ പോകുന്ന വഴിയും എൻജോയ് ചെയ്യണം. ഈ ചീവിടികളുടെ ശബ്ദവും ഫ്രഷ് എയറും ഇതൊക്കെ കൊണ്ട് ആസ്വദിച്ച് പയ്യെ എന്താ പറയുക കാട്ടിനുള്ളിലൂടെ ഇതുപോലെ പോകണം. അതല്ലേ ഫീല്. अभी दिखाना था आप लोगों को. ये कार देखे जा रहा है, ऑपोजिट लेन में आगे ओवरटेक करके जाने के लिए कोशिश कर रहा है. मतलब कितना टाइम बचता है ये लोग ओवरटेक करके जाने के टाइम, सच में पता नहीं. उधर ही पहुंच जाएगा एंड देन में नीचे पहुंचने के टाइम मैक्स टू मैक्स 5 मिनट्स बचाएगा. मतलब हम लोग सब इज्जत से लेन में जा रहे हैं. देखा, एक लेन में इतना बड़ा गाड़ी है, ऊपर जाके रुकेगा. हाँ, ये ओवरटेक कर रहा है. जरूरत नहीं है ना. कुंभली एंटर की. ये वेलकम टू केरला. അങ്ങനെ ഞങ്ങൾ എത്തി തേക്കടി ചെക്ക് പോസ്റ്റ്. I am back to my ससुराल. ഇതിനു മുമ്പ് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ആക്ച്വലി രുദ്രയായിട്ടാണ് വന്നത്. അപ്പോൾ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ എത്തി. ഇന്നത്തെ സ്റ്റേയിൽ ഞങ്ങൾ നിൽക്കുന്നത് ടൈഗർ ട്രെയിൽസ് ഇൻ തേക്കടിയിലാണ്. ഇന്ന് ഒരു ദിവസത്തേക്കൊക്കെ, നാളെ വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത്. അതാണ് മെയിൻ ഹൈലൈറ്റ്. അപ്പം നമുക്ക് ആദ്യം പോയി ചെക്ക് ഇൻ ചെയ്യാം.
ഞങ്ങൾ എത്തി റൂമിൽ. ഇതാണ് ഞങ്ങൾ തേക്കടിയിൽ ഒരേ ഒരു ദിവസം നിൽക്കാനായിട്ട് ബുക്ക് ചെയ്തിരിക്കുന്ന റൂം. അഞ്ജലി ഇത് ഇവിടെ സോഫയിൽ സീറ്റ് പിടിച്ചു. ഒരു പ്രോപ്പർ ബെഡുണ്ട്, AC റൂമാണ്, നീറ്റ് ആൻഡ് ക്ലീൻ. TV ഉണ്ട്, മിററുണ്ട് ആൻഡ് വാഷ്റൂം നോക്കട്ടെ. ഓ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഓക്കെ, നീറ്റ് ആൻഡ് ക്ലീൻ. ഗീസർ ഉണ്ട്. നൈസ് നീറ്റ് റൂം, സോറി നീറ്റ് വാഷ്റൂം. മോർ ദാൻ ഇനഫ്, ഇറ്റ്സ് ഗുഡ്. एक रात के लिए बेसिकली ബ്രേക്ക്ഫാസ്റ്റ് കാർ. അപ്പോൾ നിങ്ങൾ തേക്കടി വരികയാണ്, ഒരു ബഡ്ജറ്റ് സ്റ്റേ നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ടൈഗർ ട്രയൽസ് ഇൻ തേക്കടി, ഇതാണ് ഈ ഹോട്ടലിന്റെ പേര്. അപ്പോൾ അറൌണ്ട് 3000 റുപ്പീസ് ആവും. ഫാമിലി ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് കുറച്ച് പ്രോപ്പറായിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അറൌണ്ട് 3000 റുപ്പീസിന്റെ സ്റ്റേ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് തേക്കടി എത്തി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടെങ്കിൽ നാളത്തെ വീഡിയോ കാണാൻ മറക്കരുത്. നാളെ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് പോകുന്നത്. എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഈ സ്ഥലത്തേക്ക് പോകണമെന്ന്. എത്ര തവണ ഞാൻ പ്ലാൻ ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല. ആ ദിനം എത്തി. നാളെ എന്തായാലും ഞങ്ങൾ പോകാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ മറക്കാതെ കാണുക. അപ്പോൾ ഇന്നത്തേക്ക് ഒരു വിശേഷമില്ല ഗൈസ്. ഇനി ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം, നാളത്തെ അഡ്വഞ്ചറസ് ജേർണിക്കായിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. शुभ रात्रि.